AD 1500 കാലഘട്ടത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായിരുന്ന ഒരു നഗരം. ആ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നോക്കി ഇപ്പോൾ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. അതാണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കഥ പറയുന്നത് ഹംപിയുടെ കഥയാണ്. ഹായ്, നമസ്കാരം. അസൂസാണ്. ടീം സഫാരിയുടെ കൂടെയുള്ള യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇതിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹംപിയിൽ അടുത്ത പ്ലേസിലേക്ക് പോവുകയാണ് കേട്ടോ. ഹംപിയിൽ കുറച്ച് സ്ഥലത്തെ ടിക്കറ്റ് എടുക്കുന്നത് കണ്ടിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ക്യൂൻസ് പാലസ് ആണ്. ബേസ്മെൻറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊന്നും ഇല്ല. അതിന് തൊട്ടടുത്ത് ഒരു ചെറിയ കുളം കൂടിയുണ്ട്. ഇതാണ് ലോട്ടസ് മഹൽ അല്ലെങ്കിൽ ചിത്രാംഗിനി മഹൽ, താമരയുടെ കൊട്ടാരം. അതിൻ്റെ താഴികക്കുടത്തിൽ തുറന്ന താമരയുടെ ചിത്രം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പേര് വന്നേക്കണത്. ഇത് ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ആ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാക്കിയതാണ്. ചുറ്റും ഇങ്ങനെയുള്ള വാച്ച് ടവറുകൾ നിലനിൽക്കുന്നുണ്ട്. അധികം കേടുപാടുകൾ സംഭവിക്കാത്ത ഒരു ബിൽഡിംഗാണ് അത്. അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഉള്ളിലേക്ക് കയറിയാലാണ് എലിഫൻറ്റ് സ്റ്റേബിൾ, അതായത് ആനത്തൊഴുത്ത്. അതായത് ഇപ്പോഴും നിലനിൽക്കുന്ന, അതായത് വലിയ കേടുപാടുകൾ സംഭവിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ്ങുകളിലൊന്നാണ് ഈ ആനത്തൊഴുത്ത്. രാജകീയ ആനകളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. 11 താഴികക്കുടങ്ങളുടെ നിരയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിനും ഓരോന്നാണ്, ഓരോ കഥകൾ പറയുന്ന താഴികക്കുടങ്ങൾ. കണ്ടോ, സെൻട്രലിൽ വേറെ താഴികക്കുടാണ്. ഈ ഓരോ ഹോളിലും 2 വീതം ആനകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന സ്ട്രക്ചറിലാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. 600 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ ആനത്തൊഴുത്തിന്. ഇപ്പോഴും അതിൻ്റെ ഭംഗി അത്രയും സൂപ്പറാണ്. ഈ ആനത്തൊഴുത്തിന് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഗാഡ്സ് ഹൗസ്. ഈ ഗാഡ്സ് ഹൗസിൻ്റെ ആവശ്യം ഇപ്പോഴും വളരെ കറക്റ്റായിട്ട് ചരിത്രകാരന്മാർക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ ഒരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റാബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ റൂമും കാര്യങ്ങളൊന്നും ഇതിനില്ല കേട്ടോ. അപ്പോൾ അതിനർത്ഥം വരുന്നത് ഇവിടുത്തെ ട്രഷറി ഒക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗാർഡ്സിൻ്റെ ഹൗസായിട്ടാണ് ഇവിടെ ഇതിനെ നമ്മൾ വിക്കിപീഡിയയിലൊക്കെ ചരിത്രകാരന്മാരൊക്കെ ഇതിനെ പറഞ്ഞിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ തൂണുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള തന്നെ വലിയ കാര്യമാണ്. 600 വർഷം പഴക്കമുള്ള ഈ ബിൽഡിങ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ വെയിലും മഴയും കൊണ്ടിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ രക്ഷയില്ലാത്തതല്ലേ. അവിടെ നിന്ന് പുറത്തിറക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ ഈ രംഗ ടെമ്പിൾ കാണുക, അല്ലെങ്കിൽ മാധവ ടെമ്പിൾ. ഇത് നമ്മുടെ വിഷ്ണു ലക്ഷ്മി ഇവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ടെമ്പിളാണ്. ഓരോ ചുമരിലും ഓരോ കഥകൾ പറയാനുണ്ട്. അത്രയ്ക്കും വലിയ കൊത്തുപണികൾ ഇവിടെ കാണാൻ പറ്റി. പക്ഷേ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ ടേക്ക് കെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് നോക്കിയാലോ. ചപ്പാത്തി, ചോറ്, പപ്പടം, ദാൽ കറി, അങ്ങനെയുള്ള താലിയാണ് നമുക്ക് കഴിച്ചത്. ചെറുപയർ മുളപ്പിച്ചത്. ഇത് ഭയങ്കര സംഭവമാക്കി തോന്നി. സഫാരിയൻസിൻ്റെ ഈ യാത്ര കോർഡിനേറ്റ് ചെയ്തത് ഇവർ 2 പേരാട്ടോ, ബിജു സാറും KKയും. ഒരു രക്ഷയില്ലാത്ത 2 ആളുകൾ. ഇവരോടുള്ള നന്ദി, മുടിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ കുളിസ്ഥലം അല്ലെങ്കിൽ ക്യൂൻസ് ബാത്ത്. ഇതും ഇന്തോ ഇസ്ലാമിക് സ്ട്രക്ചറിൽ ഉണ്ടാക്കിയതാണ്. ഇതും 500 വർഷം പഴക്കമുണ്ട്. മുകളിലൊക്കെ അതിൻ്റെ മുകളിൽ ഇപ്പോഴും ഓപ്പൺ എയറിലാട്ടോ കിടക്കുന്നത്. അതായത് അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ചാണ് ഓപ്പണിലാണ് കിടക്കുന്നത്. ഇത് ഒരു കിടങ്ങിന് ചുറ്റുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. വെള്ളം വരുന്ന പാതയാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ആവണം വെള്ളം വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. രാജകീയമായ കുളി നടത്തിയിരുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനെയുള്ളൊരു കുളം ഞാൻ വേറെവിടെയും കണ്ടിട്ടില്ല. കാരണം കിളിവാതിലൊക്കെ വെച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എത്ര ഉണ്ട് എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. ഒരു കുളമാണ് നിങ്ങൾ കണ്ടത്. ദ റോയൽ എൻക്ലോഷർ, ചുറ്റും മതിലുകളാൽ ചുറ്റപ്പെട്ട ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മുടെ പോക്ക്. ഹംപി എന്ന രാജ്യം നശിച്ച് നാറാണക്കല്ലെടുത്തത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. മഹാനവമി ദിബ്ബ, ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. അതിൻ്റെ ബേസ്മെൻറ്റ് മാത്രമേ ഇപ്പോൾ അവിടെ നിലനിൽപ്പുള്ളൂ. പക്ഷേ ഈ ബേസ്മെൻറ്റിലുള്ള കലകൾ, അല്ലെങ്കിൽ അവിടെ പറയുന്ന കഥകൾ, അവിടെ വരച്ച് വെച്ചിരിക്കുന്നത്, ഇതൊന്നും കമ്പ്യൂട്ടർ ടച്ചൊന്നുമല്ല.
ആലോചിച്ച് നോക്കണം. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ അവസ്ഥ എന്താവും എന്നുള്ളത്. ഇന്ത്യയിലുള്ള ഒരു രാജ്യമാണ്, നമ്മുടെ കേരളത്തിന് തൊട്ടടുത്തുള്ള കർണാടകയിലുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം. ഇതാണ് അവശിഷ്ടം എന്ന് പറഞ്ഞത് ഞാൻ. അത്രയും നശിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ എപ്പോഴും ചരിത്രകാരന്മാർ ഓരോന്ന് മൈന്യൂട്ട് പോയിൻ്റ് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അടുത്ത സ്ഥലം, ബ്ലാക്ക് സ്റ്റോൺ പുഷ്പകർണി. ബ്ലാക്ക് സ്റ്റോൺ, അതായത് ഇത് കാണാനാണ് അധികം ആളുകൾ വരുമ്പോൾ ഒരുപാട് പേര് നിൽക്കുന്നത്. ഒരു കുളമാണ്. ഇവിടെ ഓരോ ക്ഷേത്രത്തിൻ്റെ അടുത്തും ഓരോ പുഷ്കരണികൾ ഉണ്ടാവുമെന്നാണ് പറയാം. ഈ പുഷ്കരണികൾക്ക് ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകത കൊടുക്കാറുണ്ട്. ഇവിടെ കണ്ടെങ്കിൽ ഇത്രയും ബ്ലാക്ക് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ചെയ്തുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര്. വെള്ളം വരുന്നതാണ് ആ ചാലുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, മുകളിൽ വെള്ളം വരാനുള്ള സിസ്റ്റമാണ്. അതായത് ഈ ഒരു ഏരിയയുടെ മൊത്തം അത്രയും ഭംഗിയായിട്ടാണ് അവർ സ്ട്രക്ചർ ചെയ്തേക്കണത്. അവിടെ ഇങ്ങനൊരു ഇരുട്ട് അറയുണ്ട്. ഇത് എന്തിനു വേണ്ടി, വല്ല നെല്ലോ ഇതൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാനാണ് ഏറ്റവും വലിയ ചാൻസ്. അത്രയും ഇരുട്ടിലൂടെ മൊബൈലൊക്കെ വെളിച്ചം വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ അതിനുള്ളിലേക്ക് പോയത്. ഇറ്റ്സ് ടൂ ഗുഡ്. ഈ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു വളർന്ന ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ തകർച്ച നമുക്കിങ്ങനെ കാണാമെന്നുള്ളത്. ഹംപിയിൽ നിങ്ങൾ പോകുമ്പോൾ നിർബന്ധമായിട്ടും പോവേണ്ട ഒരു സ്ഥലം. ടീം സഫാരിയോടൊക്കെ നന്ദി പറഞ്ഞാൽ മതിയാവില്ലടോ. കാരണം ഒറ്റയ്ക്ക് പോയാൽ മടുക്കും. ഒരു ദിവസം കൊണ്ട് ഓടിപ്പിടിച്ച് കാണാവുന്ന സ്ഥലം കൂടിയല്ല ഈ ഹംപി. അത്രയ്ക്കുണ്ട് ഹംപിയുടെ മനോഹരത. ഹസ്ര രാമചന്ദ്ര ടെമ്പിൾ അല്ലെങ്കിൽ ഹസ്ര രാമ ടെമ്പിൾ. ശ്രീരാമനാണ് ഇവിടുത്തെ ഇത് കൽപ്പിച്ചിരിക്കുന്നത്. അതായത് 15-ാം നൂറ്റാണ്ടിൽ രാജാവായിരുന്ന ദേവരായ രണ്ടാമനാണ് ഇതിൻ്റെ നിർമ്മിച്ചത്. ഫസ്റ്റ് ചെറിയ രീതിയിൽ തുടങ്ങിയത് പിന്നെ വലിയ രീതിയിലേക്ക് മാറുകയായിരുന്നു. രാജകുടുംബത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രമായിട്ടാണ് ഇതിനെ ആളുകൾ കണ്ടിരുന്നത്. അസാര രാമ എന്ന് പറഞ്ഞാൽ 1000 രാമ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ഹംപിയിൽ കാണാനുണ്ട്. അടുത്ത വീഡിയോ ഇനിയും വരാനുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഹംപിയിലേക്ക് പോകാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് പോകണം. അത്രയ്ക്ക് ചരിത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, നശിച്ച ചരിത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ അന്നത്തെ ആളുകളുടെ ബുദ്ധിയെക്കുറിച്ച് നമ്മൾ എന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈസ് ടു ഗുഡ്. അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ ബൈ.